പൊട്ടിക്കരഞ്ഞു അവൾ. അവൻ ഇറുകെ പറന്നു. ദേവേട്ടാ, പോവല്ലേ ദേവേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ. എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ. കരഞ്ഞുകൊണ്ട് സത്യ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ അതുതന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് വിറച്ചു. അവളെ പിടിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അവൻ തറഞ്ഞു നിന്നു. സത്യ, വാട്ട് ഹാപ്പൻ? എന്താ തനിക്ക് പറ്റിയത്? ആദി ടെൻഷനോടെ ചോദിച്ചു. സത്യ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം പൂഴ്ത്തി കരഞ്ഞു. അവൻ ഒരുപാട് തവണ അവളെ കുലുക്കി വിളിച്ചിട്ടും അവൾ എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവൻ അവളെ പിടിച്ചു മാറ്റി അവളെയും വലിച്ച് മുറിയിലേക്ക് പോയി ഡോർ അടച്ചു. അപ്പോഴും പേടി മാറാതെ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവളെ ബെഡിലിരുത്തി അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സത്യയുടെ ഇരു കവളുകളും കയ്യിൽ കോരിയെടുത്ത് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു. സത്യ, റിലാക്സ്, കാം ഡൗൺ. ഞാൻ എവിടെയും പോകില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് മൈ ഫേസ്. ഞാനിപ്പോ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടേക്ക് ആരും വന്ന് നിന്നെ ഒന്നും ചെയ്യാല്ല. റിലാക്സ്, കാം ഡൗൺ സത്യ. ആദി സത്യയെ പതിയെ കിതപ്പ് മാറ്റി അവനെ ഒന്ന് നോക്കി. വെള്ളം. ആദി പെട്ടെന്ന് തന്നെ മേശമേലിരിക്കുന്ന ജഗ് അവൾക്ക് കൊണ്ട് കൊടുത്തു. സത്യത വാങ്ങി വെള്ളം വായിലേക്ക് ഒഴിച്ചു. അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് അവളോട് ഒന്നും ചോദിക്കേണ്ടെന്ന് കരുതിയ ആദി അവളെ പിടിച്ചു കിടത്തി. നീ കുറച്ചു നേരം കിടന്നോ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ഒക്കെ ഓക്കെ ആകും. ആദ്യം അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നിന്നും അവൾ കയ്യിൽ കയറി പിടിച്ചു. ആദ്യേട്ടാ, പോകല്ലേ, എനിക്ക് പേടിയാ, പോകല്ല ആദ്യേട്ടാ. ആദ്യ കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. ശേഷം അടുത്തു വന്ന് കിടന്നു. ഇല്ല, ഞാൻ പോകില്ല, നീ ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. സത്യ അവനെ തന്നെ നോക്കി കിടന്നു. ക്ഷീണം പിടിച്ചത് കൊണ്ടാവാം ഒരു 5 മിനിറ്റ് കഴിഞ്ഞും അവൾ ഉറങ്ങി. ഉറക്കത്തിലും അവൾ ആദ്യം മുറുകെ പിടിച്ചിരുന്നു. ആ ആദിയുടെ മുഴുവൻ ചിന്തയും സത്യക്ക് എന്താ സംഭവിച്ചതെന്നായിരുന്നു. എന്നാലും ഞാനില്ലാത്ത നേരത്തെ എന്താ ഉണ്ടായേ? അവൾ ഇങ്ങനെ പേടിക്കണമെങ്കിൽ ഉറപ്പായും ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. അമ്മയും അമ്മായും പൊന്നും ഇവിടെ ഇല്ല. അപ്പോ ശങ്കരനും വിഷ്ണുമായും ഇല്ലായിരുന്നോ? അതോ തന്തയും മക്കളും ഒരുമിച്ച് ഇവളെ ഉപദ്രവിക്കാൻ നോക്കിയോ? ആദിയുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാന്ന് കരുതി ഒന്ന് നെടുവേർപ്പെട്ട് സത്യയെ നോക്കി. നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ കൈമുറുക്കി പിടിച്ച് ഉറങ്ങുന്ന അവളെ അവൻ കുറച്ചു നേരം നോക്കിക്കിടന്നു. എന്തിനോ അവളെ വിവാഹം കഴിച്ചത് എന്ന് പോലും അവൻ ആ സമയത്ത് മറന്നുപോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും രുക്മിണി വന്ന് വാതിൽ മുട്ടാൻ തുടങ്ങി. ആദി സത്യയെ നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. ആദി, സത്യമോൾക്ക് എന്താ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. പൊന്നുവ എന്നോട് പറഞ്ഞേ സത്യമോള് വാതിൽ മുട്ടിയിട്ട് തുറക്കുന്നില്ല എന്ന്. ആ, അതവൾക്ക് സുഖമില്ല, കിടക്കായിരുന്നു, ഇപ്പൊ ഉറങ്ങി. ഉണർന്നാൽ ശരിയായിക്കോളും. ഉം, ഇവിടെ വന്നിട്ട് ഇവിടത്തെ പൊടിയും തണുപ്പും വെള്ളവും ഒന്നും പറ്റിക്കാണില്ല. അവള് കിടന്നോട്ടെ, നിനക്ക് ഭക്ഷണം എടുക്കട്ടെ? എനിക്ക് എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അതെന്താ, നീ രാവിലെ പോയതല്ലേ, എവിടെയായിരുന്നു നീ? ഞാനും ജെയിംസും കൂടെ നമ്മുടെ എസ്റ്റേറ്റ് വരെ പോയതാ, വരുന്ന വഴിക്ക് കഴിച്ചു. സത്യമോൾക്ക് കഞ്ഞി എടുക്കണോ? ക്ഷീണം മാറിക്കോളും. അവളിപ്പോ ഉറങ്ങിയതേ ഉള്ളൂ, ഇനിയിപ്പോ അവള് വിളിച്ചാൽ എഴുന്നേൽക്കില്ല. എന്നാ മോൻ കിടന്നോ, പൊന്നു വന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. രുക്മിണി അവിടെ നിന്ന് പോയി. ആദി വാതിലടച്ച് സത്യയെ നോക്കി കബോർഡിൽ നിന്നും തോർത്തും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. പൊന്നു അടുക്കളയിലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ജഗിൽ വെള്ളമെടുത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയതും അവിടേക്ക് വന്ന വൈശാഖുമായി കൂട്ടിമുട്ടി. അവർ രണ്ടുപേരും ഒന്ന് പതറി നിന്നെങ്കിലും വൈശാഖ് അടുക്കളയിലേക്ക് ഇറങ്ങി എന്തോ തപ്പാൻ തുടങ്ങി. ശ്രീയേട്ടന് എന്താ വേണ്ടേ, ഞാൻ എടുത്തു തരാം. എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം, ഇപ്പൊ ആരുടെ സഹായം വേണ്ട. പൊന്നു അവനെ തിരിഞ്ഞു നോക്കി അടുക്കളയിലേക്ക് വന്നു. ചൂടുവെള്ളം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, കുടുക്കയിൽ ചൂടുവെള്ളം കഴിഞ്ഞു. എനിക്ക് ചൂടുവെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞോ? ഇവിടെ നിന്ന് പോകാൻ നോക്ക്. വൈശാഖ് അവളെ നോക്കാതെ തന്നെ പറഞ്ഞു. എനിക്കറിയാം, ശ്രീയേട്ടൻ ചെറുപ്പം മുതലേ ചൂടുവെള്ളം മാത്രമേ കുടിക്കൂന്ന്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ. ഗ്യാസ് കൂട്ടിയിരിക്കാം, ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി തരാം. ഗ്യാസ് ഓൺ ചെയ്ത് പൊന്നു കുറച്ച് വെള്ളം എടുത്തു വെച്ചു. വൈശാഖ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. പൊന്നു തിരിഞ്ഞു നിൽക്കുന്ന അവനെ നോക്കി. ശ്രീയേട്ടൻ വന്നിട്ട് എന്നോടൊന്നും മിണ്ടിയത് പോലില്ലല്ലോ. ഒരിക്കൽ ഞാൻ കാണാൻ വന്നിരുന്നു, അന്ന് എന്നെ കാണാൻ കൊട്ടാക്കിയില്ല. അതെന്താ, എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? വന്ന വിശേഷം പറയാൻ ഞാൻ ടൂറ് പോയി വന്നതല്ല. പിന്നെ നിന്നോടാരാ എന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ആദ്യം അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഞാൻ പറയണ്ടല്ലോ. ശ്രീയേട്ടാ, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാനെങ്കിലും കൂട്ടാക്കിക്കൂടെ? എനിക്കറിയാം ശ്രീയേട്ടൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന്. പിന്നെ ആരെ രക്ഷിക്കാനാ ഏട്ടൻ കുറ്റേറ്റെടുത്ത്? ആ വൈഷ്ണവിനെയോ? പാർവതി, എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനല്ല. നീ ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് പോ. നിന്റെ പുന്നാരാങ്ങൾ ഇവിടെ നമ്മൾ ഒരുമിച്ച് കണ്ടാൽ എന്താ ഉണ്ടാവാ പറയണ്ടല്ലോ. എനിക്കിത് പുതിയ തുടക്കാം. അതിലിനി പഴയ കാര്യങ്ങളുടെ ഒരു കണിക പോലും കൊണ്ടു നടക്കാൻ എനിക്ക് വയ്യ. ശ്രീയേട്ടാ, ഞാൻ മതിയാക്ക് പൊന്നു, ഇപ്പൊ ഇവിടെ നിന്ന് പോ. ഞാൻ ആദ്യം വിളിക്കണ്ട എന്നുണ്ടെങ്കിൽ പോകാൻ നോക്ക്. പൊന്നുവിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു. അവൾ മുകളിലേക്ക് ഓടിപ്പോയി. വൈശാഖന്റെ മനസ്സിലും അവളോട് മോശമായി പെരുമാറിയതിന് ഒരു ചെറിയ വേദന തോന്നി. എന്നാലും രണ്ടു പേർക്കും ഈ അകൽച്ച തന്നെയാണ് നല്ലതെന്ന് കൊണ്ട് അവനത് കാര്യാക്കാതെ ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളമെടുത്ത് പോയി.
കൂട്ടേട്ടാ, കിടക്കാനായില്ലേ? എന്താ ഒരു കളലക്ഷണം? ഞാനും അച്ഛനും വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. ഏട്ടൻ എന്തോ ടെൻഷനുള്ളത് പോലെ. മായമോളെ, അത് ആദി വന്നോ? ആദി ഓക്കെ വന്നല്ലോ. എന്താ ഏട്ടാ? ഞങ്ങളില്ലാത്ത നേരെ ഇവിടെ എന്താ ഉണ്ടായി? അയ്യോ, ഏട്ടന്റെ കൈ എന്താ നിലിച്ചിരിക്കുന്നേ? വൈഷ്ണവ് അവന്റെ കയ്യിലേക്ക് നോക്കി നടന്നൊക്കെ മായോട് പറഞ്ഞു. ഏട്ടാ, എന്റെ ദൈവമേ, എന്ത് മണ്ടത്തര ഏട്ടൻ കാണിച്ചേ? ഇനി ആദിയോട് അവൾ നടന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏട്ടനോട് പറഞ്ഞതാ എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണമെന്ന്. ഇനി അവളൊന്നും മിണ്ടിയിട്ടില്ലെങ്കിലും ശ്രീയേട്ടൻ പറഞ്ഞാൽ ആ പുല്ല് ഇവിടെ ആരോടൊന്നും പറഞ്ഞാലും ആരും വിശ്വസിക്കാനില്ല. നമ്മുടെ അമ്മ വേണമെങ്കിൽ വിശ്വസിക്കും. തള്ളയ്ക്ക് എപ്പോഴും അവനോടാണല്ലോ കൂറ്. പിന്നെ സത്യ, അവൾക്ക് എന്നെ ഒരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും പറയാൻ പറ്റില്ല. ആദ്യ വലുത് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ പദ്ധതികളൊക്കെ വെള്ളത്തിലാകും. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ പദ്ധതികളൊക്കെ വെള്ളത്തിലാകുമെന്നോ? ഏട്ടനോട് ആരില്ല എന്ന് കണ്ടതും സാഹചര്യം നോക്കാതെ അവളെ പോയി പിടിക്കാൻ പറഞ്ഞത്. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് വേഗം അവളെ ഇവിടെ നിന്ന് ഇറക്കണം, അവളെ ഇല്ലാതാക്കണം എന്നൊക്കെ. ഇപ്പോ കാല് മാറുന്നോ? ഓ ഏട്ടാ, ഞാൻ ഏട്ടനെ കുറ്റപ്പെടുത്തിയതൊന്നല്ല. ഏട്ടൻ അവളെ കണ്ടപ്പോൾ ധരിച്ചെങ്കിലേ അവൾ ഇവിടുന്ന് കൊണ്ടുപോയി കാര്യം കഴിഞ്ഞ് ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ ആക്കണമായിരുന്നു. അല്ലാതെ നമുക്കുള്ള കുഴി കുത്തിവെച്ച് ഇപ്പൊ മണ്ണിടുക എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഇവിടെ കുഴിയൊന്നും കുത്തിവെച്ചിട്ടില്ല. എനിക്ക് ഉറപ്പാ സത്യ ആദ്യയോടൊന്നും പറയില്ല. ഇല്ലെങ്കിൽ ഏട്ടന്റെ കൊള്ളാം. എന്തായാലും വേണ്ടില്ല. എനിക്ക് എന്റെ ആദ്യയെ വേണം. അവള് ചാവോ ജീവിക്കോ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. ബട്ട് ആദ്യയുടെ ലൈഫിൽ നിന്ന് തന്നെ അവള് പോയിരിക്കണം. മായ ദേഷ്യത്തിൽ അവിടുന്ന് ഇറങ്ങിപ്പോയി. അവളുടെ പോക്ക് കണ്ട് വൈഷ്ണവ് പുച്ഛിച്ചിരിച്ചു. സോറി മോളെ, ആദ്യം നിനക്ക് ഒരിക്കലും കിട്ടില്ല. അതിനു മുൻപേ നിന്റെ കൂട്ടേട്ടൻ അവനെ മുകളിലേക്ക് അയക്കും. രാത്രി 2 മണിയായതും ആദിക്ക് അവനെ വലതേ ഭാഗത്ത് ചൂട് അനുഭവപ്പെട്ടു. അവൻ കണ്ണു തുറന്നു നോക്കി. സത്യ എന്തൊക്കെയോ ഉറക്കത്തിൽ വിറച്ചു പറയുന്നത് കണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവളെ തൊട്ടു നോക്കി. പൊള്ളുന്ന ചൂടുണ്ട്. അവൻ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കബോർഡിൽ നിന്നും തെർമോമീറ്റർ എടുത്തു വെച്ച് നോക്കി. 110 ഡിഗ്രി എന്ന് കണ്ടതും അവൻ ഞെട്ടി. അവളെയും പൊക്കിയെടുത്ത് വേഗം മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. കോലായിൽ കിടന്ന വൈശാഖ് ആരോ പടികൾ ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കി. സത്യയെ താങ്ങി വരുന്ന ആദിയെ കണ്ട് അവൻ അവിടെ നിന്നു എഴുന്നേറ്റു. ആദിയുടെ അടുത്തേക്ക് ചെന്നു. ആദി, സത്യക്ക് എന്താ? നീ അവളെ എവിടേക്കൊക്കെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നേ? മാറി നിൽക്കടാ മോനെ എന്റെ മുന്നിൽ നിന്ന്. ആദ്യം അവനെ കാര്യമാക്കാതെ വാതിലിന്റെ അടുത്ത് പോയി അത് എങ്ങനെ തുറക്കുമെന്ന് അറിയാതെ തിരിയുന്ന കണ്ട് വൈശാഖ് പോയി വാതിൽ തുറന്നു. ആദ്യം അവനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അവളെ ബാക്ക് ഡോർ തുറന്ന് അതിൽ കിടത്തി. ഡോർ അടച്ചപ്പോഴേക്കും വൈശാഖ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. നീ എങ്ങോട്ടാ ചാടി കയറി ഇരിക്കുന്നേ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ. ഓ പിന്നെ, നീ അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങ് കേട്ട് ഇറങ്ങിയിട്ട് നീ നിന്റെ പെണ്ണുമ്പളെ എവിടേക്ക് കൊണ്ടുപോകില്ല. അതിന് പറ്റുമെങ്കിൽ കയറാൻ നോക്ക്. ആദ്യ ദേഷ്യത്തിൽ കാറിന്റെ ചവിട്ട് കൊടുത്ത് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. വൈശാഖ് അവനെ നോക്കി പുച്ഛിച്ച് വണ്ടി എടുത്തു. ഇതെല്ലാം മുകളിൽ നിന്ന് വൈഷ്ണവ് കാണുന്നുണ്ടായിരുന്നു. കിഴക്കേടത്ത് തറവാട് മുറ്റത്തിന്റെ ഗേറ്റ് കടന്നു പോകുന്ന ആ കാറ് കണ്ട് അവനൊന്ന് പുച്ഛിച്ചിരിച്ചു. അല്ലെങ്കിലേ ദൈവങ്ങളൊക്കെ എന്റെ കൂടെയാ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസ് ഒത്തു കിട്ടുമോ? ഒരു വടിക്ക് രണ്ട് പക്ഷി. വൈഷ്ണവ് വേഗം ഫോൺ എടുത്ത് കോൾ ലിസ്റ്റിൽ നിന്നും ഒരു നമ്പർ എടുത്തു. അതിലേക്ക് കോൾ ചെയ്തു. മറുതലക്കിൽ നിന്ന് ആരോ ഫോൺ എടുത്തതും അവനൊന്ന് ചിരിച്ചു. ഹലോ തമ്പിയണ്ണ. ആരോ ഫോൺ എടുത്തതും അവനൊന്ന് ചിരിച്ചു. അത് ചെവിയോട് അടുപ്പിച്ചു. ഹലോ തമ്പിയണ്ണ, இந்த നാട്ടുരാവിലെ യാറേട്ടായി ആട്ടുങ്കേഴി തൊട്ടറാവ് ചെയ്യുറാവ്. ഓ, ഇതെന്തു ഭാഷയാണോ എന്തോ. വൈഷ്ണവ് ആത്മ. അണ്ണാ, ഇത് ഞാനാ, ആദിശങ്കരന്റെ മോൻ വൈഷ്ണവ്. ആ, എനിക്ക് പുരിന്തിടാ വിഷയം. അണ്ണാ, ഒരു കൊട്ടേഷൻ ഇപ്പോ 2 എണ്ണത്തിന് തട്ടണം. ആരെ? തമ്പിയണ്ണൻ പണ്ടെന്റെ അമ്മാവനെ ട്രിപ്പർ കയറ്റി അങ്ങ് മുകളിലോട്ട് പറഞ്ഞയച്ചില്ലേ? ആ അമ്മാവന്റെ ഒരു മകൻ ആദിദേവ് കൈലാസ്. കൂടെ എന്റെ മുൻ SFI നേതാവായ ഏട്ടനെയും വൈശാഖ് ആദിശങ്കർ രണ്ടും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു വരുന്നത് അവരുടെ ബോഡി മാത്രമായിരിക്കണം. എനക്ക് എന്നെ ലാഭം ചെല്ലാം. 10 ലക്ഷം ഉനക്ക് പൊടിക്കുമാ? എനിക്ക് കണ്ടുപ്പാ പിടിക്കും. ഇന്ന് രാത്രി ആ വെട്ടിറവ് മൂടിവിടെയും. അതാണ് എന്റെ ചിന്നത്തമ്പി. പിന്നെ അവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അതിനെ ഒന്നും ചെയ്യരുത്. 50 കോടിയുടെ മുതലാ. യാരടാ? കിളിയാ? കിളിയല്ല തമ്പിയണ്ണ, ഒരു പഞ്ചവർണ്ണ തത്ത. അണ്ണൻ അവളെ ഒഴിച്ച് ബാക്കിയുള്ളവരെ തട്ടണം. വണ്ടിയുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ ഞാൻ വാട്സപ്പ് അയക്കാം. ഓക്കേടാ. തമ്പിയണ്ണനെ വിശ്വസിച്ച ഞാൻ ഇത്രയും വലിയ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് പറഞ്ഞല്ലോ. ഒരിക്കലും പിഴയ്ക്കരുത്. ഇല്ലടാ, നീ വിവരങ്ങളൊക്കെ വിട്. ഇപ്പോ എവിടെയാണ്, എങ്ങനെ തട്ടും എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി ഈ ചിന്നത്തമ്പി വിളിക്കുന്നത് അവറ്റകൾ മേലോട്ട് പോയി എന്ന് പറയാനായിരിക്കും. ഈ കറുപ്പനാണ് സത്യം. ഓക്കെ തമ്പിയണ്ണ. എന്താ മോനെ, ആരാ പോയത്? ഞാൻ നീയാണെന്നാ കരുതിയത്. അത് വേറെ ആരല്ല അച്ഛാ, ആദിയും പൈശാകും ആ സത്യയെ താങ്ങി പിടിച്ച് പോയതാ. അതിന് സുഖമില്ല എന്നാ തോന്നുന്നേ. എന്താ, അപ്പൊ അവര് രണ്ടാളും ഒന്നായോ? ഒന്നായതൊന്നല്ല, നിങ്ങളുടെ മകൻ പാഷാണത്തിലെ കൃമി ആയതുകൊണ്ട് എവിടെയും കയറി അങ്ങ് ഒട്ടും. ആദിയുടെ എതിർപ്പിനെ അവഹേളിച്ച് പോയതാ. വലിയ നേതാവല്ലേ മണ്ടൻ. ആരടാ ഇപ്പൊ വിളിച്ചത്? ചിന്നത്തമ്പിയാണോ? എനിക്ക് അവന്റെ ശബ്ദം പോലെ തോന്നി. അതെ, അവൻ തന്നെയാ.
ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. അച്ഛൻ നോക്കിയോ, നാളെ രാവിലെ ഇവിടെ വെള്ള പൊതിച്ച ആദ്യയും വൈശാഖിനെയായിരിക്കും കൊണ്ടുവരുന്നത്. ഹോ! ഇത്ര പെട്ടെന്ന് കാര്യം നമ്മുടെ വഴിക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല. ചിന്നത്തമ്പി അവൻ ആള് മിടുക്കനാ. കുറച്ച് പണം കൂടുതൽ കൊടുത്താലും അവൻ പറഞ്ഞ പണി കൃത്യമായി ചെയ്തിരിക്കും. ഇരുചെവി അറിയാതെ. അച്ഛൻ നോക്കിക്കോ, ഇന്നത്തോടെ ആദി തീരും. അവന്റെ സ്വത്തുകൾ മുഴുവനും അവന്റെ ഏക ബന്ധുവായ അച്ഛനും കിട്ടും. ഇന്നൊരു രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറാൻ പോവാ. എന്നാ മോനെ, ആദി തീർന്നാൽ അതൊക്കെ ആ സത്യയുടെ പേരിലാവില്ലേ? അതിന് അവള് തിരിച്ചു വന്നെങ്കിലല്ലേ തമ്പി അവളെ നമ്മുടെ ഗോഡൌണിലാക്കും. നാളെ കഴിഞ്ഞാ അവള് പിന്നെ അങ്ങ് മുംബൈയിൽ. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരിടത്ത്. പിന്നെയുള്ളത് തള്ളയും മകളും. അവറ്റകളുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണം. ആദ്യം നമ്മൾ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത നമ്മളെ തേടി എത്തട്ടെ. ബാക്കിയൊക്കെ പിന്നെ. ഉം. എന്നാ മോനെ, ആദ്യം മരിച്ചാൽ മായവും അവൾ എന്തായാലും ചാവാനൊന്നും പോണില്ല. അവൾക്ക് ആദ്യം എന്ന് വെച്ചാൽ കുരങ്ങനെ പൂമാല കിട്ടിയ പോലെയാണ്. ആദ്യം അവളുടെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവനെ വേണ്ടി വരില്ല. അത്രയ്ക്കുള്ളൂ അവളുടെ സ്നേഹം. അതുകൊണ്ട് അവളെക്കുറിച്ച് വേവലാതി വേണ്ട. എന്തായാലും രണ്ടും ഒന്ന് മേലോട്ട് പോയി കിട്ടിയാൽ മതിയായിരുന്നു. പനി കൂടുന്നതിന് മുൻപ് നല്ല ആശുപത്രിയിൽ കൊണ്ടുപോകായിരുന്നില്ലേ? കുറച്ചെങ്കിലും ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് കുട്ടിയാ. ഡോക്ടർ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ അവൾക്ക് പനിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ രാത്രി ഞാൻ നോക്കുമ്പോഴാ കടുത്ത പനി ഉള്ളത് അറിയുന്നത്. സാറിന്റെ ഭാര്യയാണത്? അതെ ഡോക്ടർ. നോക്ക് സാർ, ഇതൊരു ചെറിയ ഹെൽത്ത് സെന്റർ ആണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ആൾക്ക് നല്ല പനിയുണ്ട്. ടാബ്ലറ്റ് കൊടുത്തിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് പനിക്കുള്ള ഒരു ഇഞ്ചക്ഷനും പിന്നെ ട്രിപ്പിൽ ഒഴിക്കാനുള്ള 2 മരുന്നും ഞാൻ എഴുതിത്തരാം. എത്രയും പെട്ടെന്ന് ടൗണിൽ പോയി കൊണ്ടുവരണം. ശരി ഡോക്ടർ, ആ ലിസ്റ്റ് എന്റെ കയ്യിൽ തന്നോളൂ. ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ഡോക്ടർ വേഗം ഒരു പേപ്പർ എടുത്ത് അതിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് ആദിക്ക് നേരെ നീട്ടി. സാർ, വേഗം ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവാ. ആദ്യ വേഗം അത് വാങ്ങി പുറത്തേക്ക് പോയി. വണ്ടിയിൽ വൈശാഖ് അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യ കാറിൽ കയറി വൈശാഖിനോട് വേഗം ടൗണിലേക്ക് വിടാൻ പറഞ്ഞു. അവൻ വണ്ടിയെടുത്തു. കാർ ഹെൽത്ത് സെന്റർ കടന്നു പോകുന്നത് അവിടെയുള്ള മരച്ചുവട്ടിൽ നിന്ന് ആരോ കാണുന്നുണ്ടായിരുന്നു. അവൻ വേഗം ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. ഹലോ അണ്ണാ, ഞാൻ ഇവിടെ ഈ ചെറിയ ഹെൽത്ത് സെന്ററിൽ നിൽക്കുന്ന വൈഷ്ണവ് സാർ പറഞ്ഞു. അത് വെച്ച് ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നത്. ഈ നാട്ടിലുള്ളവർ അത്യാഹിത വിഭാഗത്തിനൊക്കെ ഇങ്ങോട്ടാ വരുന്നത്. എന്റെ സംശയം പോലെ അവർ ഇങ്ങോട്ടാ വന്നത്. അത് മാത്രമല്ല, ആ പെണ്ണ് അകത്ത് തന്നെയുണ്ട്. എന്നാ വൈഷ്ണവ് സാർ പറഞ്ഞ രണ്ടുപേരും ദേ ഇപ്പൊ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. മുട്ടാൽ, ഞാൻ അങ്ങ് വരുகிறேன். അവർകളെ വിട്ടു செல்ல വந்தோம். ആ ശരി അണ്ണാ, ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ പിള്ളേരെ കൂട്ടി അവരുടെ പുറകെ പോകാം. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ ടൗണിലെത്തി. ഡാ, ഇവിടെ ഒന്ന് നിർത്ത്. വൈശാഖ് വണ്ടി നിർത്തി ചുറ്റിനും നോക്കി. ഇവിടെ ഡ്രഗ് ഷോപ്പ് ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് ഇവിടെയുള്ള ATM-ൽ നിന്ന് ക്യാഷ് എടുക്കണം. ഞാൻ പോയി എടുത്തിട്ട് വരാം. ആദ്യ കാറിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തു പോയി. വൈശാഖ് വണ്ടിയിൽ നിന്ന് അവൻ പോകുന്നു നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും അവന്റെ പുറകിൽ 2 ജീപ്പ് വന്ന് നിർത്തിയത് അവൻ ശ്രദ്ധിച്ചു. അതിലാരുണ്ടായിരുന്നില്ല. അവൻ കാറിൽ നിന്ന് ഇറങ്ങി ഒരു കുറ്റി സിഗരറ്റ് എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചു. ആദ്യം വരുന്നത് കാണാനിട്ട് അവൻ വീണ്ടും കാറിൽ കയറിയതും ഒരു ഹോണടി ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന ട്രിപ്പർ ലോറി കണ്ട് അവനൊന്ന് നടുങ്ങി. ആ ലോറി അവന് നേരെയാണ് പാഞ്ഞു വരുന്നത് കണ്ടതും അവൻ വേഗം വണ്ടി സ്റ്റാർട്ടാക്കി അത് തിരിക്കാൻ നോക്കി. അപ്പോഴേക്ക് ആ ലോറി അവന്റെ അടുത്ത് എത്തിയിരുന്നു. വൈശാഖ് വേഗം ഡോർ തുറന്ന് അതിൽ നിന്ന് ചാടി ഉരുണ്ടു. ആ ലോറികൾ തട്ടിത്തെറിപ്പിച്ചു പോകുന്ന അവൻ നോക്കി നിന്നു. വൈശാഖ് അവിടെ നിന്നും കൈകുത്തി എഴുന്നേറ്റ് ഉരുണ്ടി വീണത് കൊണ്ട് കാൽമുട്ട് മുറിഞ്ഞിരുന്നു. കൈ രണ്ടും തോലും പോയിരുന്നു. വൈശാഖ് വേദന കടിച്ച് എഴുന്നേറ്റ് ആ ലോറിയെ നോക്കി. അവൻ നോക്കുന്നത് കണ്ട് ആരോ തല ഉള്ളിലേക്ക് ഇടുന്നത് കണ്ടു. വൈശാഖ് വേഗം അതിന്റെ നമ്പർ നോട്ട് ചെയ്തു. ആ ലോറി അവന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുന്നതുവരെ അവൻ ആ ലോറി നിരീക്ഷിച്ചിരുന്നു. റോഡിൽ എന്തോ ശബ്ദം കേട്ട് ആദ്യ വേഗം ക്യാഷ് എടുത്ത് പുറത്തിറങ്ങി ഒരടി വെച്ചതും ഒരു സാധനം വന്ന് അവന്റെ തലയിൽ ശക്തിയായി അടിച്ചു. പെട്ടെന്നുള്ള അടിയിൽ അവൻ തല കറങ്ങി താഴെ മുട്ടുകുത്തിയിരുന്നു. അവനൊന്ന് തല ഉയർത്തി നോക്കി. അവന്റെ ചുറ്റിനും കുറച്ച് ആളുകൾ വട്ടം ചുറ്റി നിന്നിരുന്നു. ആദ്യം അവരെയൊക്കെ നോക്കി ഒന്ന് പുച്ഛിച്ചു. അവനെ തലക്കടിച്ചവൻ ആദ്യം നോക്കി ഒന്ന് കോട്ടിച്ചിരിച്ചു. വീണ്ടും കമ്പി കൊണ്ട് അടിക്കാൻ ഇതും ആദ്യം അതിൽ നിന്ന് പിടുത്തമിട്ടു. അവന് തലയുയർത്തി നോക്കി. ചോര ഒലിച്ചിറങ്ങുന്ന കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട് അവൻ പേടിച്ച് ഒരടി പിറകോട്ട് നിന്നു. ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ നെഞ്ചിൽ കൂടി നോക്കി ഒന്ന് ആഞ്ഞു ചവിട്ടി. പട്ടം പോലെ അവൻ പറന്നു പോകുന്നത് കണ്ട് ബാക്കിയുള്ളവർ നോക്കി നിന്നു. അടുത്തവൻ ഒരു വടിവാൾ കൊണ്ട് അലറി ആദിക്ക് നേരെ വീശിയതും അവൻ കയ്യിലുള്ള കമ്പിവടി കൊണ്ട് തടുത്തു. ശേഷം അവനെ പുറകിലേക്ക് തള്ളി. ആ വടി കൊണ്ട് അവന്റെ തലയ്ക്ക് ശക്തിയിലടിച്ചു. ആ അടിയിൽ തന്നെ അവൻ ചോര തുപ്പി നിലത്തേക്ക് പതിച്ചു. ആദി പുറകിലെത്തവനെ തിരിഞ്ഞു നോക്കിയതും അവർക്ക് ആദിയെ പിടിച്ചു വെച്ചു. അവനൊന്ന് കുതറിയെങ്കിലും അവരെല്ലാവരും അവനെ പിടിച്ചു വെച്ചു. വേറെ ഒരുത്തൻ താഴെ വീണ വടിവാളെടുത്ത് വിസിലടിച്ച് ആദിയുടെ മുന്നിൽ വന്നു. തലയ്ക്കടി കിട്ടിട്ടും നിന്റെ കഴപ്പ് തീർന്നിട്ടില്ല അല്ലേടാ മോനെ?
നീ നട്ടലുള്ള ആണെങ്കിൽ എന്നെ പിടിച്ചു വെക്കാതെ അടിക്കട നായേ. അത് കേട്ടത് അവൻ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ആദിക്ക് നേരെ ആ വടിവാൾ വീശി. അത് അടുത്തെത്തിയതും അവന്റെ തലയിൽ ഒരു കരിങ്കല്ല് വന്ന് പതിച്ചു. ആദ്യെ പിടിച്ചു വെച്ചവർ മുന്നിലേക്ക് ഒന്ന് നോക്കി. മുണ്ട് കയറ്റി കുത്തി നാഡീഞരമ്പുകൾ വരിഞ്ഞു മുറുകി നിൽക്കുന്ന വൈശാഖിനെയാണ് അവൻ കണ്ടത്. അവന്റെ പുറകിൽ ശിവനുമുണ്ട്. ദേഷ്യം കൊണ്ട് ചുവപ്പ് രാശി പടർന്ന ആ പൂച്ചക്കണ്ണ് കണ്ടതും അവരൊന്ന് നടുങ്ങി. ആദ്യെ പിടിച്ച കൈ പതിയെ അയഞ്ഞു വന്നു. ആദ്യ ആ നേരം നോക്കി അവന്റെ തൊട്ടുപുറകിലുള്ളവന്റെ മൂക്കിലൊരു കുത്തു അങ്ങ് കൊടുത്തു. അവൻ പാലം പൊട്ടി നിലത്തേക്ക് തലകറങ്ങി വീണു. അത് കണ്ട് ഓടാൻ നിന്നവരെ ശിവനും വൈശാഖും അടിച്ച് താഴെയിട്ട് ചവിട്ടിക്കുട്ടി. വേറൊരുത്തൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി. വൈശാഖ ശിവനും അവന്റെ പിറകെ ഓടിയെങ്കിലും അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഡാ മതി, നീ ആ ലോറിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ലേ? നമുക്ക് അവരെ ആ വഴി പൊക്കാം. ആ, ഇനി അതേ നടക്കും, നീ വാ. അവർ രണ്ടുപേരും തിരിച്ച് അവിടേക്ക് തന്നെ നടന്നു. അവിടെയുള്ള ATM മുന്നിൽ ഇരിക്കുകയായിരുന്നു ആദി. ശിവൻ വേഗം അവന്റെ അടുത്ത് വന്ന് അവനെ എഴുന്നേൽപ്പിച്ചു.